തിരൂർ ജില്ലാ ആശുപത്രിയിൽ വലിയ തിരക്കിന്റെ ഒരു വാർത്തയാണല്ലേ? പ്രായമായവർക്കും ഗർഭിണികൾക്കുമുള്ള OP കൗണ്ടർ പ്രവർത്തിക്കുന്നില്ല. ഗർഭിണികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് വരി നിൽക്കുന്നത്. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഇന്ന് രോഗികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉൾപ്പെടെ ധാരാളം ആളുകൾ കഴിഞ്ഞ ഏതാനും സമയമായി ഇവിടെ വരി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കാനുള്ള സംവിധാനം കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. നിലവിൽ 3 ടിക്കറ്റ് കൗണ്ടറുകൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ടിക്കറ്റ് കൗണ്ടറുകൾ മാത്രമാണ് OP ടിക്കറ്റ് നൽകുന്നത്. രാവിലെ 8 മണി മുതൽ 1 മണി വരെയുള്ള സമയങ്ങളിൽ മാത്രമാണ് OP ടിക്കറ്റ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിശ്ചയ സമയത്തിനുള്ളിൽ ടിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ആളുകൾ വന്ന് ഇവിടെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരുപാട് സമയമായോ? എപ്പോൾ കുറേ നേരമായി, എത്ര മണിക്കൂറായിപ്പോൾ ഇവിടെ ഇതിൽ ഒരു രസമില്ല. ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലെ ഡോക്ടർക്ക് നിശ്ചിത എണ്ണം OP ടിക്കറ്റ് മാത്രം അല്ലെങ്കിൽ രോഗികളെ മാത്രമാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ OP ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ ഡോക്ടറെ കാണാനാകൂ, അല്ലെങ്കിൽ അടുത്ത ദിവസം വരേണ്ട ഒരു സ്ഥിതിയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആളുകൾ വെയിലുള്ള ഭാഗത്ത് കൂടിയൊക്കെ വരി നിൽക്കേണ്ട ഒരവസ്ഥ കൂടിയാണ്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിലുള്ള ധാരാളം പാവപ്പെട്ട സാധാരണക്കാരായ രോഗികൾ വരുന്ന ഒരു ആശുപത്രിയുടെ ഒരു ദയനീയ അവസ്ഥ കൂടിയാണത്. ജില്ലാ പഞ്ചായത്താണ് ആശുപത്രിയുടെ നിയന്ത്രണമുള്ളത്. ഒരുപക്ഷെ ടോക്കൺ സംവിധാനമൊക്കെ ഏർപ്പെടുത്തുകയാണെങ്കിൽ, കൂടുതൽ ജീവനക്കാരെയൊക്കെ നിയമിച്ച് ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്നുള്ളതാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.